வாங்க சார், வாங்க. கொஞ்சம் பார்த்துட்டு போங்க சார். இந்த காளியம்மா போய் சொல்ல மாட்டேன் சார். என் அப்பா, பெரியப்பா, சித்தப்பா எல்லாமே பெரிய வைத்தியன் சார். இந்த காளியம்மா ஒரிஜினல் மருந்து சார் விற்கிறது. இது ஹிமாலயத்தில் இருந்து, பெருவண்ணாமலையில் இருந்து, காஷ்மீரில் இருந்து வேறு காய் பூவு எல்லாமே மிக்ஸ் பண்ணி ஒரிஜினல் மருந்து சார். മൂന്നാറിൽ വേര് മാന്താൻ പോയ എന്റെ അപ്പ മട്ടും തിരുമ്പി വന്നില്ല സാർ. ജെസിബി മാറ്റിയാച്ച് ഒരു തെണ്ടിയെ പോലും ഈ വഴി കാണുന്നില്ലല്ലോ ഈശ്വര. സാർ, സാർ വാങ്ങ സാർ, ഒറിജിനൽ മരുന്ന് സാർ. വാങ്ങി പോക സാർ, ഒറിജിനൽ മരുന്ന്. ഉങ്ങളെ பார்த்தாலே தெரியும் സാർ, உங்களுக்கு நிறைய രോഗം இருக்கா സാർ. ട്രൈ ചെയ്ത് നോക്കല്ലേ. സാർ ഒന്നുമേ യോസിക്ക വേണ്ട സാർ, ഉക്കാർക്കോ സാർ. ഇരിക്കുക ചെയ്യാം, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഭാഷ ഒന്നും അറിയത്തില്ല കേട്ടോ. പർവായില്ല സാർ, പർവായില്ല. இந்த കാളിയമ്മയ്ക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്തിന് അറബി കൂടെ தெரியும் സാർ. അതെന്തായാലും നന്നായി. പിന്നെ എനിക്കങ്ങ് ഭയങ്കര അസുഖമാണ്. എനിക്ക് ഭയങ്കര വേദന. ഓ, എന്തോ വേദനയാന്നറിയാവോ? എനിക്ക് ഈ കാലിലല്ല കേട്ടോ, കാലിലേ അല്ല, എനിക്ക് നെഞ്ചത്ത്, തലയില്, തലയിലല്ല, പിന്നെ കയ്യിലെ. അയ്യോ, എന്താ വേദന. സൂപ്പർ മരുന്ന് ഇருக்கு சார். சார், இந்த பொடி வீட்டுக்கு போய் சூடு தண்ணியில் மிக்ஸ் பண்ணி சாப்பிட்டா உங்களோட വേദനയൊക്കെ പാപ്പ കിടക്കും സാർ. എന്തൊരു പെണ്ണുപിള്ള പറയണത്? പൊടിയും വെള്ളം കലക്കാനാണ്, ഞാനങ്ങ് കലക്കത്തില്ലയോ? ഇത് അതല്ലെന്ന്. സാർ சொல்லுங்க, சீக்கிரம் சொல்லுங்க സാർ. മറ്റേ അതില്ലേ, കുറച്ച് എണ്ണ, അല്ല ഈ കയ്യെ എണ്ണ ഇങ്ങനെ കയ്യിൽ ഒഴിച്ച് ചെയ്യല്ലേ, പെട്ടെന്ന് കുറച്ച് എണ്ണ എടുത്ത് ഒഴിയടിയേ. உங்களுக்கு தைலம் வேணுமா? അതന്നെ, അത് സൂപ്പർ தைலம் എടുക്കണ സാർ. സൂപ്പർ അല്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല, നീ ഒന്ന് തടവടി. இந்த தைலம் இல்ல சார், வீட்டுக்கு போய் உங்களோட கையில இങ്ങനെ மெதுவா தடவியா എല്ലാ രോഗം പമ്പ കടക്കും സാർ. വീട്ടിൽ പോയി തടവാനാണ് ഞാൻ ഇവിടെ ഇരിക്കത്തില്ലേടി. ഇത് 30 രൂപ സാർ, 30 രൂപ കൊടുങ്ക സാർ. 30 രൂപ? 30 രൂപ. അടക്കാ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് 30 രൂപയടി? என்ன சார் சொல்லுங்க, இது ஒரிஜினல் மருந்து சார். டான்ஸ் சார், டான்ஸ் டான்ஸ் சார். சார், இந்த மருந்து சூப்பர், உங்களுக்கு போயிட்டு தூத்திட்டு வாங்க. അപ്പോൾ ഒരു നമ്പർ ഇറക്കട. என்ன சார்? കുറച്ച് കാളിയമ്മ എങ്ങനെ തേച്ച് താന്ന്. உங்களுக்கு ഞാൻ തേച്ച് തരണമാ? എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു, നിന്റെ സമയമാളിയാ. പോകണമ്പിള്ള ഇവിടുന്ന് കമ്പും കോലും എടുത്ത് തൈലം ഉണ്ടാക്കാൻ വന്നേക്കുന്നു. കാളിയമ്മ, നിങ്ങൾ ഇങ്ങനെ കഴിയുകൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് 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 ഒരു മയത്തിൽ തേക്കല്ല. 30 രൂപ താനെ സാർ. സ്ഥലം എടുക്കോ സാർ, സ്ഥലം എടുക്കോ. വാങ്ങമ്മ, ഇങ്ങ വാങ്ങ, സൂപ്പർ മരുന്ന് ഇരിക്കമ്മ. இந்த കൂന്തലൊക്കെ ഇങ്ങനെ പട 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 പടാന്ന് കടക്കും. കാളിച്ചേച്ചി, என்ன സാർ? എനിക്ക് ഇനി ഒരു പ്രശ്നമുണ്ട്. என்ன സാർ? சீக்கிரம் சொல்லுங்க സാർ. എനിക്ക് ഈ പെൺകുട്ടികളെ കാണുമ്പോ ഇതാ அப்படி ஆயிடு. சூப்பர் மருந்து இருக்கு சார் என்ற கையில. ആണോ? സൂപ്പർ. പൊടി വെള്ളത്തിൽ കലക്കണല്ലേ? இந்த நரம்பு ரோகிகள் அதுதான் பெஸ்ட் சார். இந்த மருந்து ഒന്ന് ദേഹത്ത് പൊടി അപ്പത്താൻ രോഗം ഉള്ളത് சொல்லுது. നീ കുറെ ദേഹത്ത് പോട്ടത് തന്നെ. ഒന്നുപിള്ള കുറച്ച് പെരട്ടി തരൂ. ഞാൻ തന്നെ സാർ, இந்த കാളിയമ്മ തന്നെ ഉങ്ങളുടെ നെറ്റിക്കും കഴുത്തിലും ദേഹത്തും പുരട്ടിത്തരാ സാർ. മൊത്തം പെരട്ടിക്കോ?
മടിക്കണ്ട. സാർ ആ കണ്ണ് മൂടുക സാർ. മൂടാനോ? കണ്ണടച്ചിടുങ്കോ. ഇപ്പൊ കണ്ണടയ്ക്കണം എന്തിനു ഇതിനൊക്കെ? ഇതൊക്കെ കണ്ണടച്ചാ കൂടുതൽ എഫക്ട് സാർ. അതും വരലേടേ. കണ്ണടച്ചിടുങ്കോ സാർ. ഫസ്റ്റ് കാളിയമ്മ ഉങ്ങളുടെ കാലെ തേക്കണമാ അതോ കയ്യെ തേക്കണമാ മുഞ്ചി തേക്കണമാ സാർ? അതൊക്കെ എന്റെ കാളിയുടെ ഇഷ്ടം. പെട്ടെന്ന് സാറിന് എന്ത് ടൈപ്പ് മരുന്ന് പൊടിക്കും സാർ? ഞാനേ പൊടിക്കും. മരുന്നിനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് മരുന്നുകാരിയാ. ഡാൻസ് സാർ, ഡാൻസ് സാർ. പിന്നെ സാർ മെതുവാ കണ്ണ് തുറക്ക സാർ. എനിക്ക് നാണം വരുവാ, എന്നാലും തുറക്കാം. തുറക്ക സാർ. രണ്ടുപേരും നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചില പരാതികളുണ്ട്. ആശ ആദ്യം പറഞ്ഞത് വീട്ടിൽ ജോലിക്കാരി തമിഴെത്തിയാണ്, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ശരിക്കും പഠിച്ചിട്ടില്ല, തമിഴ് ശരിയായിരുന്നില്ല. എപ്പോഴും നമ്മൾ മലയാളവും തമിഴും ഇടകലർത്തി പറയുമ്പോൾ രണ്ട് ഭാഷയും നന്നായിരിക്കണം. രണ്ടിനും രണ്ട് സ്ലാങ്ങാണ്. തമിഴ് പറയുമ്പോൾ തമിഴിൻ്റേതായിട്ടുള്ളൊരു ടോൺ വരും, മലയാളം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വരും. രണ്ടും പ്രകടമാകണം. ഡയലോഗ് അത്ര തിട്ടമല്ല മൊത്തം, ശരിയല്ലേ? ശരിയാണ്. ഇടയ്ക്ക് ചില പാളിച്ച വന്നിട്ടുണ്ട്. ആ പാളിച്ച നിങ്ങളുടെ കഴിവിനെ താഴോട്ട് കൊണ്ടുവരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തറുവായിട്ട് വേണം അത് ചെയ്യാൻ. അത്രയൊക്കെ ഞാൻ കുഴപ്പം കണ്ടുള്ളൂ. എങ്കിലും ആശ നല്ലൊരു നടിയാണ്, അഭിനയിക്കുന്നത്. ജോബിൻ്റെ ഡയലോഗ് റെൻഡറിങ് വളരെ മനോഹരമാണ്. താങ്ക് യു സർ. അതായത് നിങ്ങൾ അഭിനയിക്കുകയാണ് എന്ന് തോന്നുകയില്ല, അങ്ങനെയാണ് വേണ്ടതും. വളരെ കാഷ്വൽ. മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിരുന്നു. രണ്ടുപേർക്കും അഭിനയിക്കാനുള്ള കഴിവുണ്ട്. ഇനിയും ഇത് കീപ്പപ്പ് ചെയ്യാം. താങ്ക് യു സർ. നന്നായിരുന്നു രണ്ടുപേരുടെയും അഭിനയം. എനിക്ക് തോന്നിയത് ജോബിൻ്റെ എൻട്രി കുറച്ച് ലേറ്റ് ആക്കാമായിരുന്നു തോന്നുന്നു എനിക്ക്. അത് ആശയെ സഹായിക്കാനും കൂടിയാണ്, ഈ സീനിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടി വേണ്ടിയിട്ട്. ഈ കോസ്റ്റ്യൂം ഇങ്ങനെ മതിയെന്ന് വെച്ച് തന്നെയാണോ ജോബിൻ്റെ? ആണല്ലേ. എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു ഞരമ്പും പൂവാലത്തൊക്കെ കുറച്ചുകൂടി വരുന്നൊരു ഇപ്പം എനിക്ക് ആക്ച്വലി തോന്നിയത് പുള്ളിയുടെ മിക്ക സമയവും പുള്ളിയെ വീട്ടിലൊക്കെ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് എപ്പോഴും ആഹാരമൊക്കെ കഴിച്ച് ബസ് സ്റ്റാൻഡിലോ അവിടെയും ഇവിടെയൊക്കെ പോയി വായി നോക്കി നിൽക്കുന്ന ഒരുത്തൻ. അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. രണ്ടുപേരും ഓവറോൾ നന്നായിരുന്നു. ആൻഡ് പ്ലീസ് കീപ് യുവർ അറ്റംപ്റ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ ജോബിൻ വന്ന് നിന്നപ്പോൾ ആ ലാഗ് വല്ലാണ്ട് ഫീൽ ചെയ്തു, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ. ആക്ച്വലി ജോബിൻ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എന്താ നടക്കാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാത്ത എന്താ? ആ ബോഡി ലാംഗ്വേജിൽ ആ ഒരു പൂവാലൻ്റെ ഇത് ഒന്നേയും കയ്യിൽ മടക്കി കുത്തുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യാത്തതെന്ന് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കണം. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ശ്രദ്ധ വെച്ച് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാലും നന്നായിരുന്നു കേട്ടോ, തീം സെലക്ഷനൊക്കെ കൊള്ളായിരുന്നു.